അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നൂഡിൽസ് റെസിപ്പിയാണ്. ഇത് നമ്മൾ വെജിറ്റബിൾസും സോസും എല്ലാം ചേർത്തിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ചിങ്സ് മഞ്ചൂരിയൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചിങ്സ് സീക്രട്ട് മഞ്ചൂരിയൻ നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നൂഡിൽസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, ക്യാബേജ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചിക്കനും എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, ബാക്കി ഏത് ഓയിലും യൂസ് ചെയ്യാം. വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഈ ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ എല്ലാ പച്ചക്കറികളും ഒരുമിച്ചാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത്. ക്യാപ്സിക്കം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇതിലുള്ള ടേസ്റ്റ് മേക്കറിൽ കുറച്ച് ഉപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിന് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് സോട്ടായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ നോർമൽ നൂഡിൽസ് ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതിന് നൂഡിൽസിന് കുറച്ച് കുക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലോ. നമുക്ക് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് പെട്ടെന്ന് കുക്കായി വരുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഒന്ന് ബോയിലായി വന്ന സമയത്ത് നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. പക്ഷേ ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതെനിക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടല്ല വേണ്ടത്, കുറച്ചൊരു സൂപ്പി നൂഡിൽസ് പോലെയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ നൂഡിൽസ് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ടേസ്റ്റ് മേക്കർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് മഞ്ചൂരിയൻ നൂഡിൽസാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു നൂഡിൽസ് കേട്ടോ. നമ്മൾ ഇപ്പിനേക്കാളും മാഗി നൂഡിൽസിനേക്കാളും എല്ലാം ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് ഇതിന്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. റെഡ് ചില്ലി സോസ് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും ഒഴിക്കുക, അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവർ അതിന് കിട്ടും. ഇനി അവസാനമായിട്ട് നമ്മൾ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം വല്ലാതെ കുക്കായി പോകണ്ട, അതുകൊണ്ടാണ് അത് അവസാനം ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം നമുക്ക് വറ്റാനായിട്ട് വെക്കണം. വല്ലാതെ നിങ്ങൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നൂഡിൽസ് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടില്ല, അത് അലിഞ്ഞു പോവും. അപ്പോൾ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർക്കാം. സൂപ്പി നൂഡിൽസ് പോലെയാണ് വേണ്ടത് എങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് മാത്രം. 2 ഗ്ലാസ് ഉള്ളത് ഒരു 2.5 ഗ്ലാസ് ഒഴിക്കുക. അപ്പോൾ അതിൽ പാകമായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏകദേശം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകി കിട്ടും. അപ്പോൾ ഇത്രയും മതി, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ നമ്മുടെ യിപ്പി നൂഡിൽസ് വെച്ചിട്ട് ഒരു ഷെസ്വാൻ നൂഡിൽസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്, ഇതിനേക്കാളും സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവരൊക്കെ നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നൂഡിൽസാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് എക്സ്ട്രാ സോസോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട, നമ്മൾ ഒരുമിച്ച് സോസൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഇനി എക്സ്ട്രാ സോസൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നൂഡിൽസ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കഴിക്കാനായിട്ട്. എപ്പോഴെങ്കിലും കൊതിയൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ watching.